ദേശീയപാതയിലെ കുണ്ടും കുഴിയും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മൂടാടിയിൽ, അതായത് നന്ദി മേൽപ്പാലത്തിന് മുകളിൽ ഇത്തരത്തിലൊരു സമരം ആരംഭിച്ചിരിക്കുന്നത്. ഉപരോധിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ 2 മാസത്തിനിടെ നിരവധി മരണങ്ങളും അതോടൊപ്പം തന്നെ നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും മരണയാത്രയാണ് ദേശീയപാതയിലൂടെ ഉള്ളത് എന്നൊരു കാര്യം പറയുന്നു. കാരണം വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായിട്ടുള്ള ഈ അപകടങ്ങളെ തുടർന്നാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരത്തിൽ? ഇത് ജനങ്ങൾക്ക് തീരെ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. മരണക്കുഴികളാണ്. ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെട്ടിട്ട് സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും കേരളം ഭരിക്കുന്ന CPM ഇതുവരെ ഇടപെടാത്ത അവസ്ഥയാണ്. അതിനെതിരെയാണ് യൂത്ത് ലീഗ് സമരവുമായി മുന്നോട്ട് വന്നത്. ഇതൊരു സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ ഇതിന് പരിഹാരമായിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ 2 മാസത്തെ 2 മരണങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ 2 മരണങ്ങൾ ഇവിടെ സംഭവിച്ചു. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു. പക്ഷെ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. കേരളം ഭരിക്കുന്ന CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും MLA-യും ഒന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവർ ഉയർത്തുന്നത്. കാരണം നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ദേശീയപാതയിൽ നന്ദി മേൽപ്പാലത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിരവധി കുഴികളാണ്. അതാ നോക്കൂ, നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് അടക്കം ഇത്തരത്തിൽ കുഴികൾ, നിരവധി കുഴികളാണ്. ഈ കുഴികളിൽ വീണാണ് ഇരുചക്ര വാഹന യാത്രികരടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയും ചെയ്യുന്നത്. ഈ റോഡ്, അതായത് ഈ മേൽപ്പാലം മുഴുവൻ ഇത്തരത്തിലുള്ള കുഴികളാണ്. അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ പാതയിലാണ് ഇത്തരത്തിൽ വലിയ കുഴികൾ ഉണ്ടാകുകയും വലിയ തരത്തിൽ യാത്രാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്ത് ഒരുവിധം എല്ലാ സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് നന്ദി മേൽപ്പാലത്തിന് മുകളിൽ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് അവർ കടക്കുന്നത്. അവർ കൃത്യമായി തന്നെ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണം. സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ദേശീയ സർക്കാർ, നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കം ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകണം. ഈ റോഡ് പുനഃസ്ഥാപിക്കണം, ഗതാഗതത്തിന് യോഗ്യമാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തത്. അതായത് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.